ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ്. ഞങ്ങളുടെ വയനാട് ട്രിപ്പിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. രവിയേട്ടൻ്റെ കടയിൽ നിന്ന് പോർക്ക് വെറൈറ്റീസും കപ്പയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കുറുവാ ദ്വീപിന് പോവുകയാണ്. പോകുന്ന വഴിയിൽ തന്നെ ഒരു ഏറുമാടം കണ്ടു. നമ്മൾ ഫോറസ്റ്റിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഫോറസ്റ്റുകാർ തന്നെ മൃഗങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഫോറസ്റ്റിനുള്ളിലെ റോഡുകളൊക്കെ നല്ല അടിപൊളിയാണ്, യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളി റൂട്ടിലാണ് കുറുവായിലേക്ക് വന്നത്. അവിടെ നിന്ന് ഏകദേശം 46 കിലോമീറ്റർ ദൂരമുണ്ട്. നടവയൽ റൂട്ടിലാണെങ്കിൽ ഏകദേശം 37 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് വലത്തേക്ക് തിരിഞ്ഞാണ് കുറുവായിലേക്ക് പോകേണ്ടത്. കുറുവാദ്വീപിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ്. ഈ ബാക്കിൽ കാണുന്ന പാർക്കിംഗ് ആണ്, വിശാലമായ പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. പാർക്കിംഗ് എല്ലാം കാലിയാണ്. നമ്മുടെ കൂട്ടത്തിൽ 2 പേര് വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. 220 രൂപയാണ് ഒരാൾക്ക്. വൈകുന്നേരം 3:30 വരെയാണ് ഇവിടെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല. 5 മണി വരെയാണ് കുറുവായിലിൻ്റെ സമയം. ഐലൻഡിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളം മേടിക്കുവാനും ചെറിയ സ്നാക്സൊക്കെ മേടിക്കാനും സാധിക്കും ഇവിടെ നിന്നും. ഇവിടെ നിന്നും ടിക്കറ്റ് കാണിച്ചതിന് ശേഷം വേണം അകത്തേക്ക് പോകുവാനായിട്ട്. സ്നാക്സ്, ഡിസ്പോൺസിബിൾ ബോട്ടിൽസ് എന്നിവയൊന്നും അകത്തേക്ക് അലൗഡ് അല്ല. ഉള്ളിൽ വെള്ളം കുടിക്കുവാനായിട്ട് അവൈലബിൾ ഉണ്ട്. ഇവിടെ നമ്മൾ കയറി ചെല്ലുന്ന ഉടനെ തന്നെ മുളയുടെ ചങ്ങാടം കിടപ്പുണ്ടാവും. ചങ്ങാടത്തിൽ കയറി വേണം അക്കരയ്ക്ക് പോകുവാനായിട്ട്. നമ്മുടെ കൂട്ടത്തിൽ ഫോറസ്റ്റിൻ്റെ ആൾക്കാരുണ്ടാവും. ഈ ചേട്ടനാണ് ഇവിടെ നമ്മളെ കയർ വലിച്ചുകൊണ്ടിരിക്കുന്നത്. മീന, എന്ത് മീനാ ഉണ്ടോ ഇവിടെ? ചെമ്പല്ലി ആണല്ലേ? രോഹു രോഹു ചെമ്പല്ലി പറഞ്ഞു. ചെമ്പല്ലി, രോഹു, കട്ല. വാൽമാക്ക് ഇത്രയോ? അങ്ങനെ ഞങ്ങൾ ചങ്ങാടത്തിലൊക്കെ കയറി ഇക്കരയ്ക്ക് വന്നിരിക്കുകയാണ്. രാവിലെ വന്നിരിക്കുന്നവരൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. ഈ ചങ്ങാടത്തിൽ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ ന്യൂട്ടൺ വ്ളോഗിൻ്റെ സാമാണ്. അവിടെ നിന്ന് സാമിനെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. സാമിൻ്റെ കുറുവായിലിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഒരേ സമയം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായത്. മുള്ളു കണ്ടു, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ കാണിച്ചു.
ഒരു മുള്ളിത്, ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന 2 അടുത്ത മുള്ളിത്. കബനി നദിയിലെ നദീതടത്തിൽ 950 ഏക്കർ വിസ്തീർണമുള്ള ഒരു ദ്വീപ സമൂഹമാണ് കുറുവ ദ്വീപ്. കേരളത്തിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദിയായ കബനിയുടെ പോഷക നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ജനവാസം ഇല്ലാത്ത ദ്വീപാണിത്. സംരക്ഷിത മേഖലയായ ഇവിടെ പല വിധത്തിലുള്ള പക്ഷികളും ഔഷധച്ചെടികളും സസ്യങ്ങളും വളരുന്നു. കേരളത്തിലെ വയനാട് ജില്ലയിലാണ് ഈ ദ്വീപ്. 150ഓളം ചെറുദ്വീപുകളുടെ കൂട്ടമാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ കുറുവ ദ്വീപിൻ്റെ മുഖ്യഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ വെള്ളപ്പൊക്കമുള്ള അവസരങ്ങളിൽ വഞ്ചിയോ മറ്റ് സൗകര്യങ്ങളോ ആവശ്യമാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ കൊച്ചരുവികളിലൂടെ കാൽനടയായി ദ്വീപുകളിലെല്ലാം എത്തിച്ചേരാവുന്നതാണ്. അനുഭവം റെയിനി സീസൺ പല ഐലൻഡാണ്. ഒരുപാട് പാറക്കെട്ടുകളുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് എല്ലാവരും കുളിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ ഇറങ്ങുവാനായിട്ട്. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ്. നമുക്ക് 200 രൂപയ്ക്ക് അതെ 50% എങ്കിലും അല്ലേ ഇവര് പൈസ നമുക്ക് ഇങ്ങോട്ട് തരണം. എന്താറിയോ, നമ്മളെ മീൻ ഇവരെ ഇത്ര കടിച്ച് പിന്നല്ലാതെ ആ ഇവർക്ക് 200 രൂപ കൊടുത്തിട്ട് നല്ല പുളിയും കഴിഞ്ഞു, നല്ല മീനും കടിച്ചു. രണ്ട് വണ്ടിയാണ്.
എല്ലാം സേഫായിട്ട് പോയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പോകത്തുള്ളൂ അല്ലേ? അപ്പോൾ കുറുവാ ദ്വീപിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.